എങ്ങനെയാണ് സൈഫ് ഇന്നിപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം എവിടെയൊക്കെയാണ്? സൈഫ് അവിടെ ഉണ്ടോ? സ്വരാജിന്റെ കൂടെ ഉണ്ടോ? സ്വരാജിന്റെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ രാവിലെ മാധ്യമപ്രവർത്തകരെല്ലാം സ്വരാജിന്റെ വീട്ടിലേക്ക് രാവിലെ വരും. സ്വരാജിന്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും ചായ ഇട്ട് തരും. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അച്ഛൻ ചായ കൊണ്ട് തന്നതേ ഉള്ളൂ, ചായ കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. സ്വരാജിന്റെ ഇന്നത്തെ പ്രചരണമുള്ളത്, സ്ഥാനാർത്ഥി പര്യടനമുള്ളത് എടക്കര പഞ്ചായത്തിലാണ്. 4ാമത്തെ പഞ്ചായത്താണ്. മൊത്തം 7 പഞ്ചായത്തുണ്ട്. 4ാമത്തെ പഞ്ചായത്താണ് എടക്കര പഞ്ചായത്ത്. രാവിലെ 8 മണിയോടുകൂടി പ്രചരണ പരിപാടികൾ ആരംഭിക്കും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട LDFന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, നേരത്തെ സാജിദ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കന്മാരുടെ ഒരു കൂട്ടായ്മ ഇന്ന് രാവിലെ 10 മണിക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. നിലമ്പൂർ ടൗണിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായി അവർ പറയാൻ പോകുന്ന കാര്യം, ഇടതുമുന്നണി പറയാൻ പോകുന്ന കാര്യം, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലിക്കാരാണ് എന്ന് പരാമർശം നടത്തിയ KC വേണുഗോപാലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ കൊണ്ട് ഇടതുമുന്നണി ആലോചിക്കുന്നത്. അത് മണ്ഡലത്തിലുടനീളം സജീവ ചർച്ചയാക്കി നിർത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ 3 ദിവസമായിട്ട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി ഇടതുമുന്നണി മാറ്റിയിട്ടുള്ളത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശമാണ്. ഏതാണ്ട് 40,000-ലധികം ഗുണഭോക്താക്കൾ, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മണ്ഡലത്തിലുണ്ട്. ഒരു മാസം മാത്രം 6,35,00,000 രൂപ ക്ഷേമ പെൻഷന് വേണ്ടി നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. ഈ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത്. സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അതിൽ ഊന്നി കൂടുതൽ പ്രചരണം നടത്തുക എന്നുള്ള തന്ത്രം കൂടി ഇടതുമുന്നണി പയറ്റുന്നുണ്ട്. ഇന്നു മുതൽ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി തീവ്രമായ രാഷ്ട്രീയത്തിലേക്ക് മണ്ഡലം കടക്കുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ കാര്യം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 13, 14, 15 തീയതികളിലാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അതേസമയം തന്നെ ഇനി LDF ഇന്നത്തെ ദിവസം മറുപടി പറയേണ്ട 1-2 വിഷയങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി ഉയർന്ന് വന്നിട്ടുണ്ട്. ഒന്ന്, ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നതാണ് സർക്കാർ ഓഫീസുകൾക്ക് അടക്കം. അത് മാറ്റി ശനിയാഴ്ചയിലേക്ക് ആക്കിയത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വലിയ വിവാദ വിഷയമാക്കി മാറ്റാൻ UDF ക്യാമ്പ് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതികരണം സ്ഥാനാർത്ഥിയിൽ നിന്നും മറ്റ് നേതാക്കന്മാരിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നീടുള്ളത് ഭാരതാംബയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലെ ഗവർണറുടെ നിലപാടുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലെ പ്രതികരണമാണ്. അതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായതുകൊണ്ട് നിലമ്പൂരിലേക്കും അത് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഊന്നിയാണ് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥിയായ M സ്വരാജിൻ്റെ ഒരു പ്രതികരണം ലഭിക്കും. അമൃത.